നമസ്കാരം. പ്രധാന വാർത്തകൾ. മലയാളത്തിന്റെ വസന്തം മാഞ്ഞു. സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അന്തരിച്ചു. ചെന്നൈയിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കേച്ചേരി മത്തനങ്ങാടിയിൽ എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം. മദ്യവിൽപ്പന പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ ഓട്ടോറിക്ഷ ഇടിച്ചു വീഴ്ത്തി പരിക്കേൽപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് മഴുവഞ്ചേരി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. എരുമപ്പെട്ടി മങ്ങാട് പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട സെയിൽസ് പിക്കപ്പ് വാൻ 3 ഇരുചക്രവാഹനങ്ങളിൽ ഇടിച്ചു. എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ക്ഷേത്രത്തിന്റെ വടക്കേ നടപ്പുരയ്ക്കും ഇന്നർ റിംഗ് റോഡിനിടയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് അഗ്നിബാധയുണ്ടായത്. വാർത്തകൾ വിശദമായി. സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അന്തരിച്ചു. ചെന്നൈയിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 70 വയസ്സായിരുന്നു. മലയാളികളുടെ നാവിൽ ഇന്നും മധുരമായി ഒഴുകുന്ന സംഗീതം സമ്മാനിച്ച കലാകാരൻ. 1980കളിലും 90കളിലും മലയാള സിനിമയിൽ തിളങ്ങിനിന്ന അതുല്യ പ്രതിഭ. മനസ്സിൽ ഓർമ്മകളുടെ ഒരു പിടി നല്ല ഗാനങ്ങൾ SP വെങ്കിടേഷിലൂടെ നമ്മൾ ആസ്വദിച്ചു. സാഹിത്യവും സംഗീതവും ഒരുപോലെ ഇഴചേർന്നതായിരിക്കണം ഗാനങ്ങളെന്ന് ശാഠ്യമുള്ള പ്രതിഭാധനനായിരുന്നു വെങ്കിടേഷ്. സ്വന്തം പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയ സംഗീത പാരമ്പര്യത്തിലൂടെ സ്വന്തം കഴിവുകൾ തേച്ചുമിനുക്കി കേൾവിക്കാരുടെ മനസ്സിൽ ഇടം നേടി അദ്ദേഹം. ഗിത്താർ, മാഞ്ചോ, മാൻഡലിൻ എന്നിങ്ങനെ ഓർക്കസ്ട്രകളും മനോഹരമായി കൈകാര്യം ചെയ്യുന്ന പ്രതിഭ 1971 സംഗീത സംവിധായകൻ വിജയഭാസ്കറിനൊപ്പമാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം കുറിക്കുന്നത്. 1981 സ്വതന്ത്ര സംവിധായകനായി. പിന്നീടങ്ങോട്ട് സംഗീതത്തിന്റെ മറ്റൊരു തലത്തിലൂടെയാണ് സംഗീതാസ്വാദകരെയും ചേർത്ത് അദ്ദേഹം സംഗീത സബര്യ തീർത്തത്. തെലുങ്കിലും തമിഴിലും ഹിറ്റുകൾ സമ്മാനിച്ചു. തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ പശ്ചാത്തല സംഗീതം ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. മലയാളികളെ ത്രസിപ്പിച്ച ആ സംഗീതം അദ്ദേഹത്തെ തിരക്കുള്ള കലാകാരനാക്കി മാറ്റി. തുടർന്നങ്ങോട്ട് വഴിയോരക്കാഴ്ചകൾ, ഭൂമിയിലെ രാജാക്കന്മാർ, ധ്രുവം, വാത്സല്യം, മിന്നാരം, സ്ഫടികം, മാനാർമത്തായി സ്പീക്കിംഗ്, കിലുക്കം, ജോണി വാക്കർ തുടങ്ങി നിരവധി സിനിമകളിൽ സംഗീതവും പശ്ചാത്തല സംഗീതവും നൽകി പ്രശസ്തിയുടെ കൊടുമുടി കയറി. പ്രണയത്തിന്റെ തളിർവെറ്റില മുറുക്കി നമ്മൾ ആസ്വദിച്ചു. മിന്നാരത്തിലെ താരാട്ടുപാട്ടിലൂടെ എത്രയോ തവണ നമ്മൾ ഉറങ്ങി. വാത്സല്യത്തിലെ സ്നേഹത്തലോടലുകളിലൂടെ നെടുവീർപ്പിട്ടു. പാൽനിലാവിലെ നൊമ്പരത്തിലൂടെ നമ്മൾ ഈറനണിഞ്ഞു. വാൾക്കണ്ണെഴുതിയ മകരനിലാവിൽ നമ്മൾ മനോഹരിയായി ആസ്വാദനത്തിന്റെ വേറിട്ട തലങ്ങൾ നുകർന്നു. കിലുക്കത്തിലെ കുസൃതി പാട്ടുകളിലൂടെ കുട്ടിക്കുറുമ്പുകൾ ആസ്വദിച്ചു. അതുതന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട സംഗീത സംവിധായകനാക്കുന്നത്. എക്കാലവും കേൾവിക്കാരന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാകണം സംഗീതമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓർത്തുപാടാൻ മനോഹരമായ സംഗീതം മണ്ണിൽ ബാക്കിവെച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയായത്. കേച്ചേരി മത്തനങ്ങാടിയിൽ എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം. മദ്യവിൽപ്പന പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ ഓട്ടോറിക്ഷ ഇടിച്ചു വീഴ്ത്തി പരിക്കേൽപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് മഴുവഞ്ചേരി സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ അരിയാമ്പുറത്ത് വീട്ടിൽ ശ്രീജിത്തിനെ കുന്നംകുളം എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ സിവിൽ എക്സൈസ് ഓഫീസർ KU ജിതിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 10:45 മഴുവഞ്ചേരി മത്തനങ്ങാടിയിലായിരുന്നു സംഭവം. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ മദ്യം സൂക്ഷിച്ചുവെച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് എത്തിയത്. എക്സൈസ് സംഘത്തെ കണ്ടതോടെ പ്രതി ഓട്ടോറിക്ഷ മുന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സിവിൽ എക്സൈസ് ഓഫീസർ ജിതിനെ വാഹനമിടിച്ച് വീഴ്ത്തിയത്. ജിതിന് സാരമായി പരിക്കേറ്റു. തുടർന്ന് ഉദ്യോഗസ്ഥർ സാഹസികമായി പ്രതിയെ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായത്. സംഭവസ്ഥലത്ത് നിന്നും മദ്യവും ഓട്ടോറിക്ഷയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിക്കെതിരെ അബ്കാരി നിയമപ്രകാരം കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എരുമപ്പെട്ടി മങ്ങാട് പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട സെയിൽസ് പിക്കപ്പ് വാൻ 3 ഇരുചക്ര വാഹനങ്ങളിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ്, എരുമപ്പെട്ടി സ്വദേശി മാരാംപുറത്ത് നിഷാദ്, കോട്ടപ്പുറം സ്വദേശി വിനു എന്നിവർക്കാണ് പരിക്കേറ്റത്. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദിന് ഗുരുതരമായി പരിക്കുണ്ട്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 അപകടം. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന സെയിൽസ് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. എരുമപ്പെട്ടി മൾട്ടിപർപ്പസ് സൊസൈറ്റിയിലെ കളക്ഷൻ ഏജന്റായ നിഷാദ് സമീപമുള്ള കടയിൽ നിന്നും കളക്ഷൻ എടുത്ത് സ്കൂട്ടറിൽ കയറിപ്പോകാൻ നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നും വന്ന പിക്കപ്പ് വാൻ ഇടിച്ചത്.
തുടർന്ന് വിനു യാത്ര ചെയ്തിരുന്ന സ്കൂട്ടറിലും നിർത്തിയിട്ടിരുന്ന മറ്റൊരു സ്കൂട്ടറിലും പിക്കപ്പ് വാൻ ഇടിച്ചു. അപകടത്തിൽ സാരമായി പരിക്കേറ്റ നിഷാദിനെയും വിനുവിനെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ക്ഷേത്രത്തിന്റെ വടക്കേ നടപ്പുരയ്ക്കും ഇന്നർ റിംഗ് റോഡിനുമിടയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് രാവിലെ 8ഓടെ തീപിടുത്തമുണ്ടായത്. വഴിയാത്രക്കാർ വലിച്ചിട്ട സിഗരറ്റ് കുറ്റിയിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. ഒഴിഞ്ഞ പറമ്പിൽ പുല്ലുകളും മരങ്ങളുമായി കാടുപിടിച്ച് കിടക്കുകയാണ്. വലിയ തോതിൽ മാലിന്യവും കൂട്ടിയിട്ടിട്ടുണ്ട്. മാലിന്യത്തിലേക്ക് തീ പടർന്നതോടെ കറുത്ത പുകയും രൂക്ഷഗന്ധവും അനുഭവപ്പെട്ടു. പുക വ്യാപിച്ചതോടെ ഇന്നർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഈ പറമ്പിന് പരിസരത്ത് നിരവധി സ്ഥാപനങ്ങളുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ തീ വലിയ രീതിയിൽ ആളിപ്പടർന്നതോടെ പരിസര സ്ഥാപനങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയായി. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതീവ സുരക്ഷാ മേഖലയായതിനാൽ അരമണിക്കൂറോളം സമയമെടുത്താണ് തീ പൂർണ്ണമായും അണച്ചത്. ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തർ കടന്നുപോകുന്ന ഇവിടെ വലിയ തോതിൽ മാലിന്യ കൂമ്പാരമുണ്ടായിരുന്നത് പുറത്തേക്ക് കണ്ടിരുന്നില്ല. കാട് കത്തിയമർന്നതോടെയാണ് മാലിന്യശേഖരം വെളിച്ചത്തായത്. ബംഗളൂരു സ്വദേശിയായ ഗോപാലകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള 7 സെന്റ് സ്ഥലമാണിത്. ഇവർ സ്ഥലത്തില്ലാത്തതിനാൽ വർഷങ്ങളായി സ്ഥലം കാടുപിടിച്ച് കിടക്കുകയാണ്. ഈ പരിസരത്ത് സാമൂഹ്യവിരുദ്ധർ താവളമടിക്കുന്നത് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതിയുണ്ട്. ഇവരെ ഒഴിപ്പിക്കാൻ ടെമ്പിൾ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. മാലിന്യം 15 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ ഫയർ സ്റ്റേഷൻ ഓഫീസർ എസ് ബിജു സ്ഥലം ഉടമയ്ക്ക് നിർദ്ദേശം നൽകി. നഗരസഭാ ഉപാധ്യക്ഷൻ കെ ജ്യോതിരാജ് സ്ഥലത്തെത്തി സ്ഥലം ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് പോലീസും നഗരസഭാ ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതായി ക്ലീൻ സിറ്റി മാനേജർ കെ.സി. അശോക് പറഞ്ഞു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിർമ്മാണം നടക്കുന്ന തിച്ചൂർ ഇട്ടോണം റോഡിന്റെയും തിച്ചൂർ തളി റോഡിന്റെയും നിർമ്മാണ പുരോഗതി UR പ്രദീപ് MLA വിലയിരുത്തി. എരുമപ്പെട്ടി നെല്ലുവായ് പട്ടാമ്പി റോഡിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന നെല്ലുവായ് മുതൽ തിച്ചൂർ വരെയുള്ള റോഡ് BMBC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ വരവൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തിച്ചൂർ ഇട്ടോണം റോഡ് 3 കിലോമീറ്റർ ദൂരത്തിൽ BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 3,48 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. 5 കോടി രൂപ ചെലവഴിച്ചാണ് തിച്ചൂർ മുതൽ തളി വരെ 4 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിക്കുന്നത്. 2 റോഡുകളിലും കൾവെട്ടുകളും കോൺക്രീറ്റ് കാനയും ഐറിഷ് വർക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തളി റോഡിൽ 11 മീറ്റർ നീളവും 8.5 മീറ്റർ വീതിയുമുള്ള പാലവും നിർമ്മിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരികയാണ്. സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഏകദേശം 3 കോടി രൂപ ഇതിന് വകയിരുത്തി BMBC നിലവാരത്തിലുള്ള നല്ല മനോഹരമായ റോഡാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. നേരത്തെ ധാരാളം യാത്രാ ദുരിതങ്ങളെല്ലാം അനുഭവിച്ച ആളുകൾക്ക് ഇനി വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ റോഡിൽ യാത്ര ചെയ്യാൻ. അത്രയധികം നല്ല റോഡായതുകൊണ്ട് വാഹനങ്ങളുടെ സ്പീഡ് വർദ്ധിപ്പിക്കും. തളി തിച്ചൂർ റോഡും ഇതേ നിലവാരത്തിലുള്ള റോഡാക്കി തീർക്കാനും, അതേപോലെ തളി ആറങ്ങോട്ടുകര റോഡും ഇതേ നിലവാരത്തിലുള്ള റോഡാക്കി BMBC നിലവാരത്തിലുള്ള റോഡാക്കി മാറ്റി ചേലക്കര മണ്ഡലത്തിലെ ഏകദേശം 2% റോഡ് ഒഴിച്ച് ബാക്കിയെല്ലാം BMBC നിലവാരത്തിൽ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ശേഷിക്കുന്ന റോഡ് ചില കോടതി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ചെറിയ കാലതാമസം മലേശമംഗലം തിരുവല്ലാമല മലേശമംഗലം റോഡ് ഉൾപ്പെടെയുള്ള ചില കാലതാമസം വരുന്നുണ്ട്. അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിച്ച് ഇപ്പോൾ ടാറിങ്ങിൻ്റെ ആവശ്യമായ പ്രോസസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ 92% പൊതുമരാമത്ത് റോഡുകൾ BMBC നിലവാരത്തിലാക്കിയിട്ടുണ്ടെന്നും ബാക്കി വരുന്ന റോഡുകൾ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കി നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്നും തിരുവല്ലോമല ദേശമംഗലം റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും MLA UR പ്രദീപ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിൽ 3 വൃദ്ധരായ സഹോദരിമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വം സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഗാന്ധി ദർശനവേദി ഗുരുവായൂർ യൂണിറ്റ് ആവശ്യപ്പെട്ടു. 4 വർഷം മുമ്പ് ഇവരുടെ വീടും ഭൂമിയും ഗുരുവായൂരപ്പൻ എഴുതി നൽകിയിരുന്നു. പിന്നീട് ഇവർ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വൃദ്ധസംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു താമസം. മാസങ്ങൾക്ക് മുമ്പാണ് ഇവർ തിരിച്ചുപോയത്. എല്ലാം ഗുരുവായൂരപ്പന് മുന്നിൽ സമർപ്പിച്ച് ശിഷ്ടകാലം അരികിൽ തന്നെ കഴിയാമെന്ന അവസ്ഥയിൽ നിന്ന് ആത്മഹത്യയിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം ദേവസ്വം അന്വേഷിച്ച് കണ്ടെത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് ബാലൻ വാറനാട്ട് അധ്യക്ഷനായി. ജയരാജ് ഗുരുവായൂർ, P. ശ്രീനാരായണൻ, ശ്രീദേവി ബാലൻ, A. ബാബുരാജ്, V. മുരളി, രാജു P. നായർ എന്നിവർ സംസാരിച്ചു.
ലീഡർ കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ലീഡർ കെ കരുണാകരൻ സ്മാരക പുരസ്കാരം മുൻ നിയമസഭാ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവും എക്സ് MLA-യുമായ തേറമ്പിൽ രാമകൃഷ്ണന് സമ്മാനിക്കും. 25,000 രൂപയും ബലകവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി 13 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ KPCC മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ സമ്മാനിക്കും. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറിമാരായ ഒ അബ്ദുറഹ്മാൻ കുട്ടി, PT അജയ് മോഹൻ, IUML സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് MDSന് 1ാം റാങ്ക് നേടിയ ഡോക്ടർ കീർത്തിയെ അയ്യപ്പത്തറോട് BJP കമ്മിറ്റി അനുമോദിച്ചു. കുന്നംകുളം അയ്യപ്പത്തറോട് കേശവന്റെയും ബിന്ദുവിന്റെയും മകളായ കീർത്തി നിലവിൽ കൊച്ചി മദർ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുകയാണ്. കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ് എന്ന വിഭാഗത്തിലാണ് കീർത്തിയുടെ റാങ്ക് തിളക്കം. HMTയിൽ എഞ്ചിനീയറാണ് ഭർത്താവ് അതുൽ. അയ്യപ്പത്തറോട് BJP കൺവീനർ രാജൻ അമ്മാട്ട് മൊമെന്റോ സമ്മാനിച്ചു. ലോക വൈസ്മാൻ ഇന്റർനാഷണൽ നിയുക്ത അധ്യക്ഷൻ ഡോക്ടർ റവറൻ ജോഹൻ വിൽഹം കുന്നംകുളം വൈസ്മെൻസ് ക്ലബ്ബ് സന്ദർശിച്ചു. വൈസ്മെൻ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അതിഥിയായാണ് കുന്നംകുളത്തെത്തിയത്. നോർവേ സ്വദേശിയായ ഡോക്ടർ വിൽഹം YMCA സഖ്യത്തിന്റെ മുൻ ആഗോള പൊതു സെക്രട്ടറി കൂടിയാണ്. കുന്നംകുളം ലീവാ ടവറിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹത്തിനും സംഘത്തിനും വൈസ്മെൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. അന്താരാഷ്ട്ര നേതാക്കളായ വൈസ്മെൻ VS രാധാകൃഷ്ണൻ, ജോസ് വർഗീസ്, ട്രോയിക്ക റീജിയണൽ ഡയറക്ടർ PS ഫ്രാൻസിസ്, IPRD KB ഷാജി എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വൈസ്മെൻസ് ക്ലബ് പ്രസിഡന്റ് വർഗീസ് ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിശിഷ്ടാതിഥികളെ ആദരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ഗിൽബർട്ട് S പാറമേൽ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വൈസ്മെൻ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. A problem. We will look at age as a resource and something to be proud of, because age brings wisdom, age brings deep understanding, and age brings the deep love that goes from grandchildren to whole society. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മണലൂർ മണ്ഡലത്തിൽ സ്ഥാപിക്കണമെന്ന് കേരള സർക്കാരിനോട് പ്രമേയം മൂലം SFI ചിറ്റാറ്റുകര ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ചിറ്റാറ്റുകര ഫാസിൽ നഗറിൽ ചേർന്ന സമ്മേളനം SFI ജില്ലാ കമ്മിറ്റി അംഗം യു ദിബിൻദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് AR അനഘ അധ്യക്ഷയായി. PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, BR സന്തോഷ്, തുളസി രാമചന്ദ്രൻ, RA അബ്ദുൽ ഹക്കീം, അതുൽ കൃഷ്ണ, ദേവി ചന്ദന, PG സൂരജ്, ഋതുകൃഷ്ണ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി AR അനഘ പ്രസിഡന്റ്, PG സൂരജ് സെക്രട്ടറി എന്നിവർ ഭാരവാഹികളായി 13-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പിൽ CPIയെ മാറ്റി നിർത്തിയതിൽ പ്രതിഷേധം. വാർഷിക പദ്ധതി രൂപീകരിക്കുന്നതിനായി ഗ്രാമസഭാ യോഗങ്ങൾക്ക് മുന്നോടിയായി ചേരുന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ നിന്ന് പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പങ്കെടുപ്പിക്കാത്തത് ചില നിഷിദ്ധ താൽപര്യങ്ങളെ മുൻനിർത്തി പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന ഏകാധിപത്യ സമീപനമാണ് കാണിക്കുന്നത്. ഇത്തരം സമീപനങ്ങൾ ജനാധിപത്യ രീതിക്ക് നിരക്കാത്തതാണെന്നും ഈ പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാൻ കാട്ടകമ്പാൽ ലോക്കൽ കമ്മിറ്റി യോഗം തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി PK രവീന്ദ്രൻ, ജില്ലാ കൌൺസിൽ അംഗം KT ഷാജൻ, കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി KM മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ വികസന രേഖ തയ്യാറാക്കുന്നതിനായി വിളിച്ചു ചേർത്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലേക്ക് CPIയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിക്കുന്നു. നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ CPI നിർണായകമായ പങ്കുവഹിച്ചിരുന്നതാണ്. പുതിയ ഭരണസമിതി, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇത്തരത്തിലുള്ള നിക്ഷിപ്ത താൽപ്പര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം ജനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ശക്തമായ പ്രതിഷേധം നടത്തുവാൻ കാട്ടകമ്പാൽ CPI ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചു. ഏനാമക്കൽ സെന്റ് മേരീസ് LP സ്കൂളിൽ ലോക തണ്ണീർത്തട ദിനം ആചരിച്ചു. റാഫി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ജൂലി ജോസ് കിഴക്കൂടൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ആൽബിൻ ജോൺ, സിമിലൻ റോസ് K, ബിനി CP എന്നിവർ നേതൃത്വം നൽകി. സെമിനാർ, ഹ്രസ്വചിത്ര പ്രദർശനം, ചോദ്യോത്തരവേള എന്നിവ സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
മഹാത്മജി പുരസ്കാരം നേടിയ പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മുഹസിന് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖലാ കമ്മിറ്റി ആദരിച്ചു. KMPU പാലക്കാട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു ആദരം. 2026 മികച്ച നിയമസഭാ സാമാജികനുള്ള ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ മഹാത്മജി പുരസ്കാരം ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് KMPU ആദരിച്ചത്. സംഘടനാ സ്ഥാപക നേതാവ് വി സെയ്ദ്, ജില്ലാ പ്രസിഡന്റ് AA ജോർജ്, സെക്രട്ടറി KG സണ്ണി, രക്ഷാധികാരി C മൂസ പെരിങ്ങോട്, തൃത്താല മേഖലാ പ്രസിഡന്റ് TVM അലി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന സമിതി അംഗം ഇസ്മയിൽ പെരുമണ്ണൂർ, ജില്ലാ ട്രഷറർ പ്രദീപ് ചെറുവാശ്ശേരി, വൈസ് പ്രസിഡന്റ് സുരേഷ് വേലായുധൻ, മേഖലാ സെക്രട്ടറി V രഘുകുമാർ, ട്രഷറർ മുഹമ്മദ് റഹീസ് എന്നിവർ സംസാരിച്ചു. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും കോസ് ഇന്ത്യ NGOയും കൂടി സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. വടക്കാഞ്ചേരി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന ചടങ്ങ് അക്കാദമി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു. കോസ് ഇന്ത്യ റെപ്രസെന്റേറ്റീവ് ഷാജു നെല്ലിശ്ശേരി NGOയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഡോക്ടർ MI ഷൈനി, പ്രൊഫസർ KJ ജിനേഷ്, സ്കൂൾ സൂപ്രണ്ട് സലിത തുടങ്ങിയവർ നേതൃത്വം നൽകി. മന്നലാംകുന്ന് കിണർ എബ്ലേസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ലഹരി വിരുദ്ധ ക്യാമ്പയിനും കിണർ ഫുട്ബോൾ ലീഗ് ലോഗോ പ്രകാശനവും സംഘടിപ്പിച്ചു. കളിയിലൂടെ ലഹരിക്കെതിരെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സുഹൈബ് സുബൈർ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് SI മൻസൂർ ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. പുന്നേർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡ് മെമ്പർ ബുഷ്ര സുബൈർ, പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് ഷബീർ എന്നിവർ സംസാരിച്ചു. അണ്ടത്തോട് തക്വ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ വാർഷികാഘോഷം കളേഴ്സ് 2K26 സംഘടിപ്പിച്ചു. പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തൗഫിക് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് MV ഹൈദരാലി അധ്യക്ഷനായി. ട്രസ്റ്റ് സെക്രട്ടറി MA റഷീദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ്, വാർഡ് മെമ്പർ സലീന മൊയ്തീൻ, ട്രസ്റ്റ് അംഗങ്ങളായ AM അലാവുദ്ദീൻ, V മായിൻകുട്ടി, സക്കരിയ, കോളേജ് പ്രിൻസിപ്പൽ ജസീൽ റഹ്മാനി തുടങ്ങിയവർ സംസാരിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിവിധ മത്സര പരീക്ഷകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മാപ്പിളപ്പാട്ട് താരം റൈഹാന മുത്തു സംഘത്തിന്റെ ഇശൽ വിരുന്നും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,110 രൂപ, പവന് 1,12,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. മലയാളത്തിന്റെ വസന്തം മാഞ്ഞു. സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അന്തരിച്ചു. ചെന്നൈയിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കേച്ചേരി മത്തനങ്ങാടിയിൽ എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം. മദ്യവിൽപ്പന പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ ഓട്ടോറിക്ഷ ഇടിച്ചു വീഴ്ത്തി പരിക്കേൽപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് മഴുവഞ്ചേരി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. എരുമപ്പെട്ടി മങ്ങാട് പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട സെയിൽസ് പിക്കപ്പ് വാൻ 3 ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ചു. എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 2 പേർക്ക് സാരമായി പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ക്ഷേത്രത്തിന്റെ വടക്കേ നടപ്പുരയ്ക്കും ഇന്നർ റിംഗ് റോഡിനുമിടയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് അഗ്നിബാധയുണ്ടായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.